ഇനി സ്റ്റെഫിയുടെ കാര്യങ്ങൾ പറയും. അമൃതയിൽ ഒരു സീരിയൽ ചെയ്തില്ലേ, ക്ഷണപ്രഭാ ചഞ്ചലം? യെസ്, അത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. അനുരാധ. യെസ്, നല്ലൊരു കുറച്ച് ഡീപ്പായിട്ടായിരുന്നു. തമ്പി സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. പുള്ളിയുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് ഡയറക്ടർ. അപ്പം രസമാണ് അത്. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു സെറ്റും സാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. ആദ്യം ഫിലിം ചെയ്തു കഥാവിശേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിയോ ചേട്ടൻ്റെ ഈ ആൽബംസ് ആഡ്സ് ഒക്കെ ചെയ്തു. പിന്നെ പുള്ളിയാണ് മിസ് കേരളയ്ക്ക് എന്റെ ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നത്. സപ്പോർട്ട് ചെയ്തു. ആ ഒരു 6 വർഷം കൊണ്ട് എന്റെ ലൈഫേ ചേഞ്ച് ചെയ്തു. പുള്ളി അറിഞ്ഞില്ല. പുള്ളിക്കാരുടെ മെയിൻ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എയർ ഹോസ്റ്റസ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചു പറഞ്ഞല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഭൂമിയിലുള്ള പണി മതി, ആകാശത്ത് പോകണ്ട, കാരണം പാമ്പറിങ് കൊണ്ട് ഇത് നിൽക്കത്തില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലുള്ളതെന്നൊക്കെ പറഞ്ഞു നിൽക്കും. പിന്നെ ഡാൻസ് ആയിരുന്നു. കോളേജ് പഠിക്കുമെങ്കിൽ ഡാൻസ് സ്കൂൾ 3 ഉണ്ടായിരുന്നു ഇവിടെ കാലിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പരിചയപ്പെട്ട കഴിഞ്ഞപ്പം ഞാൻ ആളറിയാണ്ട് ഞാൻ നേരെ ബയോഡാറ്റ എടുത്തിട്ട് അയച്ചു. 22 പേരെ സെലക്ട് ചെയ്യുന്നത് സ്റ്റെഫിനെ സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിനക്ക് മിസ് കേരള സെലക്ഷൻ കിട്ടുന്നുണ്ട്, എറണാകുളത്തേക്ക് പറഞ്ഞു. മിസ് കേരള സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വന്നു, അവിടെ എത്തിച്ചു. ഞാൻ തന്നെ കൊണ്ട് വിട്ട്. അവിടെ 8 ദിവസം ഗ്രൂമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയെ കാണണ്ടെന്ന് 8 ദിവസം ഇരിക്കുന്നു. അങ്ങനെ അവിടെ കൊണ്ടിട്ട് 3-ാം ദിവസം ഫോൺ വന്നു എനിക്ക്. അതായത് എനിക്ക് ഭയങ്കര പനിയാണ്, എനിക്ക് ഭയങ്കര പനിയാണ്, എന്നെ എങ്ങനെയെങ്കിലും വന്ന് കൊണ്ടുപോകണം. അപ്പൊ അവരുടെ കൂടെ ഇവർക്ക് പറ്റണില്ല. അത് വേറെ സ്റ്റൈല് വേറെയാണ്. ചമ്മന്തിന്റെ റെസിപ്പി പോലും അറിയാൻ പാടാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ മിസ്കെല്ലാം വന്നേക്കുന്നത്. മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ വന്നേക്കുന്ന ആൾക്കാർ. അപ്പോൾ പറഞ്ഞ് എനിക്ക് പോകണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി പനിയല്ല. അപ്പോൾ ഇന്ദു എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട്, ഞാൻ ഇമ്പ്രസാരിയിൽ ഞാൻ വിളിച്ചു. സ്റ്റെഫിയോട് രാവിലെ ഞാൻ ചൂടായിരുന്നു, ഇച്ചിരി ലേറ്റായി പ്രയറിനെ കണ്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് വിഷയം. അപ്പം അങ്ങനത്തെ ഒക്കെ ആയിട്ട് അവിടെ നിന്ന് അങ്ങനെ ടോപ്പ് 10-ലെത്തി, മിസ് ടാലൻ്റായി. അവിടെ കോൺഫിഡൻസ് വന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ചേച്ചി. ഇത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ നടന്നു അവിടെ. ആ ഷോയിൽ എന്തായാലും വിളിക്കാൻ വരികയല്ലെന്ന് ഉറപ്പായി. പിന്നെ നിന്നേ പറ്റത്തുള്ളൂ. എങ്ങനെയാണേലും അവിടെ നിന്നേ പറ്റത്തുള്ളൂ. സത്യത്തിൽ സംഭവം വെച്ചാൽ മിസ് കേരളാണ് ഇവിടെ ലൈഫിന് ടേണിംഗ് പോയിന്റ് ഉണ്ട്. മിസ് കേരളയിലെ ഇപ്പൊ ഇത്രയും കണ്ടസ്റ്റന്റ് അടുത്തേക്ക് ഇവിടെ മാത്രമാണ് മലയാളം പറഞ്ഞത്. എന്റെ വികാരങ്ങൾ സംസാരിക്കുന്നത് ഞാൻ മലയാളത്തിലാണ്. എന്റെ പ്രണയവും സങ്കല്പങ്ങളും മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സംഭവം എഴുതി കൊടുത്തായിരുന്നു. അത് വെച്ചലക്കി അങ്ങനെ മലയാളം പറഞ്ഞപ്പോൾ ഫുള്ള് സംഭവം സ്റ്റെഫി കളരിയൊക്കെ പഠിച്ചേക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റെഫിക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ കിട്ടി ഈ കോമ്പറ്റീഷൻ നടന്നപ്പോൾ. അങ്ങനെ മലയാളം എല്ലാം പറഞ്ഞു. അപ്പം ഈ സമയത്ത് ഇത് വന്നു ടെലികാസ്റ്റ് ചെയ്തു. ഇത് ഏതൊരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നേരെ ഇതിൻ്റെ മറ്റേ അവിടേക്ക് അതിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഡയറക്ടർ സാജൻ, പഴയ ഒരു മുത്തം മണി മൊത്തം സാജൻ സാറാണ് ചെല്ലുന്നത്. ആദ്യമായിട്ട് ചോദിച്ചു, ആ മലയാളം പറഞ്ഞ കുട്ടിയുടെ നമ്പർ കിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളം പറഞ്ഞ കുട്ടിയെക്കുറിച്ച് ഇവർക്കറിയാമല്ലോ. അങ്ങനെ അവർ മലയാളം പറഞ്ഞ കുട്ടിയുടെ നമ്പർ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ചാനലിലെ ഒരു നായികയായിട്ട് വിളിക്കാൻ വേണ്ടി അങ്ങനെ എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു. പുള്ളിക്കാരനാണ് സത്യത്തിൽ ഇവിടെ ഈ സിനിമ കഴിഞ്ഞു. എൻ്റെ പടമൊപ്പം ആയിട്ടില്ല. ഓൾറെഡി കഥാവശേഷം മാത്രമേ പുള്ളിക്കാർ ചെയ്തിട്ടുള്ളൂ സ്ക്രീനിൽ. അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ എൻ്റെ കുറച്ച് ആഡ്സ് ഒക്കെ ഉള്ളത് നേരെ വന്നു. അങ്ങനെയാണ് വന്ന് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കണ്ട് അങ്ങനെ വന്ന് ഇപ്പോഴത്തെ 8-ഓളം ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന ഏതാ? ഇപ്പം അരയന്നങ്ങളുടെ വീട്. അപ്പൊ ഏറ്റവും ഇഷ്ടം ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം? ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് വരുന്നത് ഡബിൾ റോൾ ആയിട്ടാണ്, അമ്മയും മകളും. പിന്നീട് ഒരു ചാനലിൽ അഗ്നിപുത്രി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. അത് കഴിഞ്ഞ് അറ്റ് എ ടൈം തന്നെ മാനസവീണ, അതിൽ മാനസയായിട്ട്. അത് കഴിഞ്ഞിട്ട് സാഗരം സാക്ഷി ഡബിൾ റോള്, നെഗറ്റീവും പോസിറ്റീവും, അങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈ 8 ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആണ്. സീരിയലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്തത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണോ ചോദിച്ചാൽ ഇല്ല. പിന്നെ വന്ന് നിൽക്കുമ്പം ഇപ്പം ഈ അരയന്നങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പാണ് ഞാൻ ക്ഷണപ്രഭാചഞ്ചലം ചെയ്തത്. അത് എൻ്റെർലി ഡിഫറെന്റ്. ഞാൻ പറ്റത്തില്ല. അപ്പം സാർ ആണെങ്കിൽ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ അതിന് വേറെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് എന്നെ അതിലോട്ട് ആക്കുന്നത്. അങ്ങനെ നല്ലൊരു ടാലന്റ് ഉണ്ട്. ബിക്കോസ് നമുക്കൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് റിസംബിൾ ചെയ്ത് അവരങ്ങനെയല്ലേ ഇതേപോലെ ആവണം, നമ്മൾ അങ്ങനെ ആവണം, നമ്മളെ പെട്ടെന്ന് കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരും. അപ്പൊ പിന്നെ പുള്ളിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെ. അപ്പൊ അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ലിയോ ചേട്ടൻ്റെ സിനിമ ചെയ്യുന്നു. ആ സിനിമയ്ക്കും വേറെ ഒരു ഇതാണ്, മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഇതുപോലെ ഒന്നും അല്ല. എത്ര വഴക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം എനിക്ക്, ഒത്തിരി വഴക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഒരു ഡയറക്ടറിന്റെ കണ്ണിൽ കാണുന്ന ഒരു ക്യാരക്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടണം. അതെ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിപ്പം അരയന്നങ്ങളുടെ വീട്ടിലെ ലില്ലിക്കുട്ടി എന്ന് പറയുമ്പം അത് വേറെ ഒരു ഇത്. അപ്പൊ എനിക്കതിങ്ങനെ ഒന്നും എല്ലാം എൻ്റെ സ്വന്തം
കുട്ടികളാണ്. ലില്ലിക്കുട്ടി എന്ന ക്യാരക്ടർ പുള്ളിക്കാരുടെ ലൈഫുമായിട്ട് ഇവിടെ ബന്ധമുണ്ട്. അപ്പൊ അഭിനയിക്കേണ്ടി വന്നില്ല. ഓക്കെ, മോക്ക് ശരിക്കും പറഞ്ഞ ആഗ്രഹം എന്തുവാ ഇനി? മാരീഡ് ലൈഫായി, അപ്പൊ ശരിക്കും ആസ് എൻ ആക്ട്രസ് കണ്ടിന്യൂ ചെയ്യാനാണോ, ആസ് എ മോഡൽ കണ്ടിന്യൂ ചെയ്യാനാണോ, ആസ് എ ഹൗസ് വൈഫ് കണ്ടിന്യൂ ചെയ്യാനാണോ? അങ്ങനെയില്ല, അതൊക്കെ ഇവിടെ തീരുമാനങ്ങളും തീരുമാനമൊക്കെ എടുക്കുന്നത് ലിയോ ചേട്ടൻ. അപ്പൊ ലിയോ ശരിക്കും ഞാൻ അതിനകത്ത് സ്റ്റെഫിക്ക് ഒരു പ്രശ്നവും പറയില്ല. ഐ ഓൾവേസ് സപ്പോർട്ട്. ഇത് എപ്പോഴും ഒരു നല്ല ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് പോലെ ഒരു വൈഫ് മുന്നോട്ട് പോകുള്ളൂ. അതെ, തീർച്ചയായും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ലിയോൺ ഇത്രയും സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയിട്ട്. സ്റ്റെഫി വിൽ ബി ഓൾവേസ് ഹാപ്പി ആൻഡ് ഷി ഷുഡ് ബി സോ ഹാപ്പി. എന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ഞാൻ കുറെ നാളായി ഇങ്ങനെ ഒരു കപ്പിളിനെ കണ്ടിട്ട്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്റെ ഭക്ഷണം തരാം. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അല്ല, എബ്രോഡ് ആണ്. പക്ഷെ നമുക്ക് ലെമൺ ഗ്രാസ് മറ്റേ സാധനം ഒന്നും കിട്ടാനായിട്ട് കുറെ സാധനം ഉണ്ട് ഇതിനകത്ത് ചേർക്കേണ്ടത്. അതൊന്നും നമ്മുടെ നാട്ടിൽ വെരി റെയർ ആണ്. ഇപ്പൊ കിട്ടും, പക്ഷെ നമ്മുടെ ആനിസേഷൻ ദൈവം അനുഗ്രഹിച്ച് എല്ലാ അമ്മമാരും കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഈ പറഞ്ഞ ലെമൺ ഗ്രാസ് മേടിക്കാൻ പറഞ്ഞാലൊന്നും അവർക്ക് കിട്ടുകയല്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്തു, അവർക്ക് ഇങ്ങനെ അറ്റം മല്ലിയില കിട്ടുമല്ലോ, അപ്പൊ അതൊക്കെ വെച്ച്, അതായത് എബ്രോഡിൽ കിടന്നതിന് ഇന്ത്യയെ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ നിന്ന് കേരളയിൽ കൊണ്ടുവന്ന്, കേരളയിൽ നിന്ന് ആനീസ് കിച്ചണിൽ കൊണ്ടുവന്നാണ് എന്റെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് പേരിട്ടില്ല. പേരിട്ടില്ല. വലിയ ഒരു കളർ പോലുള്ള സ്പൈസിനെസ് ഇല്ല. കളർ ഇത് വറ്റൽമുളക് അരച്ചേച്ച് നമ്മൾ ചെയ്യുന്ന. അപ്പൊ മറ്റേ മുളക് പൊടി ഇടുന്നില്ലല്ലോ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂട്ടാം. എരിവൊക്കെ പാകത്തിനാ. പിന്നെ കൂട്ടിയാൽ അവസാനം എന്നും പറഞ്ഞിരിക്കും. നമുക്ക് ആ എന്നാ പറയാ, ഒരു കറിയുടെ സ്വാദൊന്നും അറിയാൻ ഒക്കുകയല്ല. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സോഫ്റ്റ്. ഏട്ടനും പൊതുവെ ഭയങ്കര എരിവിനോട് ഇഷ്ടമല്ല, മക്കൾക്കും അതെ, ഒത്തിരി എരിവിനോട് ഇഷ്ടമല്ല, സോഫ്റ്റ് എരിവ്. ചേച്ചിയോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി ഇനി അഭിനയിക്കാൻ വരാത്തെന്താ? ഇല്ല, അഹങ്കാരമല്ല, കട്ടൻ ഡ്രൈ ആയിട്ട് പറയുന്നതുമല്ല. എനിക്കേ ഈ ഷോ ശരിക്കും ഞാൻ അമ്മ പറഞ്ഞിട്ട് ചെയ്യുക, അമൃതാനന്ദമയി അമ്മ പറഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതും ചെയ്യുകയല്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഫാമിലി ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ഷാജി കൈലാസിന്റെ വൈഫായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഓക്കെ, ഗുഡ്. അല്ലാതെ ഒന്നിനും എനിക്ക് അതാ ഇഷ്ടം. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ വിശേഷം ചോദിക്കുക. ഏട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ എന്നേലൊക്കെ സർപ്രൈസ്. അതായത് വീട്ടിൽ ഏട്ടൻ ഷൂട്ടിന് പോകുമ്പോ ഒരു ഫർണിച്ചറൊക്കെ ഒരേ പരുവത്തിലായിരിക്കും, തിരിച്ചു വരുമ്പോ അത് അങ്ങനെ ആയിരിക്കത്തില്ല, മൊത്തം മാറ്റും വീട്. അപ്പൊ ഏട്ടന് വരുമ്പോ നല്ലോണം സെർവ് ചെയ്യുക, ഏട്ടനെ നല്ലോണം നോക്കുക. ഏട്ടൻ തിരിച്ചു വരുമ്പോ ഏട്ടനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം. വീട്ടിൽ മക്കളുടെ കാര്യം, ഏട്ടന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഇങ്ങനെ നോക്കാൻ ഒരു പക്ക ഒരു ഹോംലി ഗേൾ ആയിട്ട് വളരാൻ പോവാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ എനിക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് നിർബന്ധിക്കല്ല. ഈവൻ എനിക്കൊരു ഇച്ചിരി കഞ്ഞിയും പയറും തന്നാലും ഞാൻ കുടിച്ചോളാം, എനിക്ക് അതിനകത്ത് പരാതിയേ ഇല്ല. പക്ഷെ എനിക്ക് ഏട്ടന്റെ വൈഫായിട്ട് ഈ വീട്ടിൽ ഇരിക്കണം. ആരെങ്കിലും ഷാജി കൈലാസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയേണ്ട ഒരു ഭാര്യയായിട്ട് അവിടെ ഉണ്ടാവണം. അത് ഞാൻ അമ്മയോടും പറഞ്ഞു, അമൃതാനന്ദമയി അമ്മയോടും പറഞ്ഞു, എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോ. അപ്പൊ അമ്മ പറഞ്ഞു, അത് സാരമില്ല മോളെ, നിനക്ക് സൗകര്യം അനുസരിച്ചിട്ട് വേണ്ടത് ഷൂട്ട് വെച്ചുതരാം, നിനക്കിത് ഇഷ്ടാ, ഭയങ്കര ഇഷ്ടാ മോക്ക് ഈ പാചകം എന്ന് പറയുന്നത്, അതുകൊണ്ട് അമ്മ ഇവിടെ ചെയ്തുതരാം. അപ്പൊ ഒന്ന് അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ പിന്നെ നോ ഇല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ചെയ്യും. കാരണം വെച്ചാല് ഒന്നാമത്തെ കാര്യം ചേച്ചിയുടെ ലാംഗ്വേജ് ആണ്. ഞാൻ പടരും ഞാനത് പറയാൻ കാരണം വെച്ചാല് ആ ലാംഗ്വേജ് ആണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇത്. കാരണം ആ കോട്ടയം ലാംഗ്വേജ് എന്നാ പറയാനാണ്. നിങ്ങൾക്കൊന്നും ഇല്ലേ അങ്ങനെ? നസ്രാണികൾക്ക് പൊതുവെ ഉള്ളതാണ്. നസ്രാണിയാണ്, ഞാനും കോട്ടയംകാരനാണ്. പിന്നെ എന്നാ പറയാനാ ഞാൻ? ഇതൊക്കെ ഇല്ലേ പറയാനുള്ളേ? അല്ല ഇങ്ങനെ ഒരാള് വന്നിരുന്നേച്ച് ഭയങ്കര ഫോർമലായിട്ട് വർത്താനം പറയാൻ. അതിന്റെ അല്ല ഞാൻ പറഞ്ഞ, ഞാൻ പക്ക കാഞ്ഞിരപ്പള്ളി നസ്രാണിയാണ്. പിന്നെ അടുക്ക പിച്ചാത്തി ഒന്നുമില്ല, ഇപ്പൊ എല്ലാം മാറിയില്ലേ, നമ്മള് പിന്നെ ഓരോ സ്ഥലത്തേക്കും ഫോർമാലിറ്റി അല്ല, അതിൻ്റെതായ രീതിയിൽ ഷോ അല്ലേ. ഇവിടെ അങ്ങനെ ഇല്ല. ഈ ഷോയുടെ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോ ആരും ഫോർമലായിട്ട് ഇരിക്കാൻ പാടില്ല, എല്ലാരും ഓപ്പൺ ആവണം. അതുകൊണ്ടാണ് ഒരു അടുക്കള വന്നത്. സ്റ്റെഫി ഒരു ഷോയുടെ ആങ്കർ ആയിട്ട് ഒരു ചാനലിൽ പോയി. സ്റ്റെഫിക്ക് ആങ്കറിങ് അറിയില്ല. ഞാൻ പറയാം, സ്റ്റെഫി ആങ്കറിങ് ഒന്നും അത് പറഞ്ഞുതരാം. അപ്പൊ അവിടെ അതിന്റെ പ്രോഗ്രാം ഡയറക്ടർ പറഞ്ഞത് 2 പേരുടെ കാര്യം പറഞ്ഞു.
സ്റ്റെഫിയോട് പറഞ്ഞു 2 പേരെ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന് ആനിസ്ക, ഒന്ന് റിമിറ്റോമി. കാരണം വെച്ചാൽ ലാംഗ്വേജ് വളരെ ഈ നമ്മുടെ ഇതില്ല, ഔപചാരികതയില്ല. നമ്മളുള്ള കാര്യം പറഞ്ഞ് അവതരിപ്പിച്ച് പോകുന്നു. മറ്റേത് അങ്ങനല്ല, ഈ ഇംഗ്ലീഷ് കയറ്റി 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 ഇട്ടിട്ട് പിന്നെ മുടി ഇങ്ങനെ 4-5 പ്രാവശ്യം കൈയിട്ട് വലിച്ച് പറിച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അയ്യോ അതുകൊണ്ടാണോ ഇത്. പിന്നെ ഞാൻ പിള്ളേർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇത് ആലോചിക്കും, കൊച്ചിങ്ങനെ ഇപ്പൊ മുടി വലിച്ചു അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ, ഇടയ്ക്ക് പൊഴിഞ്ഞൊക്കെ പോകണമെങ്കിൽ പറപ്പിച്ച് വിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോമൺ ആയിട്ട് പറയുന്നത് ഇവിടെ ഇറച്ചിക്കറിയും പൊറോട്ട, ഇതിനുവേണ്ടി നമ്മൾ വലിയ ട്രെയിലറിന്റെ ആവശ്യമില്ല. അതേ ഉള്ളൂ. അല്ലാതെ അതിന്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുക, അടുത്ത പ്രാവശ്യം അത് അപ്പൊ സ്റ്റെഫിയുടെ കാലിക്കറ്റ് ആണെങ്കിലും സ്റ്റെഫിയുടെ അമ്മ പാലക്കാരിയായുണ്ട്, കുറച്ച് കോട്ടയം ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെയാണ് അവര് ഇത് റൂട്ട് പിടിച്ചത്. എന്നാന്ന് അയ്യോ എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കഴിവൊന്നുമല്ല, ഞാൻ എന്നതാണോ അത് ഞാൻ കാണിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഒന്നാമത്തെ കാര്യം ആരോടും ഇല്ല, എനിക്ക് അങ്ങനെ ആവണം എന്നുമില്ല, എന്റെ പ്രേക്ഷകരോട് ഒട്ടും വേണ്ട. ഞാൻ എന്നാന്നോ അത് അവരെന്നെ മനസ്സിലാക്കുക, അങ്ങനെ മുന്നോട്ട് പോവാ. അതുകൊണ്ടാണ് മോളെ ഇത്രയും വർഷം ശേഷം വന്നപ്പോഴും എന്റെ പ്രേക്ഷകർ എന്റെ കൂടെ നിൽക്കുന്നു. സപ്പോർട്ട് എനിക്ക് എപ്പോഴും താങ്ക് യു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ എന്റെ ഈ ഷോയിൽ ഓടി. പിന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം കുക്കറി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അത്, കാരണം ഞാൻ കുറച്ച് മുമ്പൊക്കെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടില്ല. ഇതിങ്ങനെ ഉണ്ടാക്കണം അറിയാൻ വേണ്ടി എന്തെന്നറിയാം. അങ്ങനെ ഞാൻ അസിസ്റ്റന്റായിട്ടോട് ചോദിച്ചു എന്തെന്ന് ഉണ്ടാക്കണം, എനിക്ക് കഴിക്കാനല്ല, എനിക്കിത് അറിയണം. നമുക്ക് ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു സന്തോഷം, അതിൻ്റെ ഒരു ഫീല് ഭയങ്കര. പിന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അത് റിയാക്ഷൻ ഞാൻ എപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ കളർ പോലല്ല ഇതിന്റെ ടേസ്റ്റ്. കാരണം കാണുമ്പോൾ റെഡ് ഫീൽ ഉണ്ടെങ്കിലും അത് മറ്റേ നമ്മുടെ വട്ടമുളക് അരച്ചിട്ട് തന്നെയാണ് റെഡ് കണ്ടത്, പക്ഷെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പൈസി സൂപ്പർ. വേറെ സംഭവം ചേച്ചി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അതിനകത്തേക്ക് ഒരുപാട് മസാല കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വെച്ചാൽ അതിന്റെ റിയൽ ടേസ്റ്റ് പോവാണ്, രുചി പോവും. ചുമ്മാ ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മസാല യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് കാരണം പിന്നെ സാധനം എന്താ വേറെ എന്തോ ആണ്. ശരിക്കും കുറച്ച് ഉപ്പും അല്പം മുളകും ഇട്ട് വേവിച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുന്ന സാധനമുണ്ട്. സാധാരണ കുക്കറിലൊക്കെ ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സാധനമല്ലേ, ആ സാധനം കഴിക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം അത് നല്ല മൂടാ കഴിക്കാൻ. സത്യമായിട്ട് അതിനകത്ത് ഒന്നുമില്ല. കട്ട്ലേറ്റിനകത്ത് ആക്ച്വലി ഒരു പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ, പക്ഷെ ആ കട്ട്ലേറ്റിന് എന്താ ടേസ്റ്റ്, നമ്മൾ ആ ഇറച്ചിയുടെ ടേസ്റ്റ് ആണ് മെയിൻ ആയിട്ട് പിടിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിയോണിനെ ഞാൻ ഡയറക്ടറായിട്ട് ഇന്റർവ്യൂ ചെയ്യേ വേണ്ടായിരുന്നു, കുക്കിംഗ് പഠിച്ചായിരുന്നു. മത്തി പൊട്ടി തെറിച്ചത് ചേച്ചി പല ഇന്റർവ്യൂവിലും ഈ പുള്ളിക്കാരി മത്തി പൊട്ടി തെറിച്ച് സൂപ്പറാ, നല്ല ടേസ്റ്റാ മത്തി പൊട്ടി. ഒന്നുമില്ല, അങ്ങനെ ഒരു ചാനലിൽ പറഞ്ഞു ലിയോ ചേട്ടൻ ഉണ്ടാക്കുമല്ലോ, അവിടെ കുക്കറി ഷോയിൽ പോയിരുന്ന ഒന്നും. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഈ മത്തി പൊട്ടി തെറിച്ചോ ഞാൻ ചുമ്മായിട്ട് കോമഡി കേട്ട സംഭവം. പക്ഷെ എന്നാ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ എന്റെ റെസ്റ്റോറന്റിൽ ഈ പറഞ്ഞ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ ചീറിപ്പാഞ്ഞുണ്ടോ? ചീറിപ്പാഞ്ഞില്ല, ഇതുവരെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നേ ഉള്ളൂ, തുടങ്ങിയില്ല. അപ്പം ഒന്നുമില്ല, മത്തി ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ കടപ്പുറത്തു നിന്നൊക്കെ മത്തി മേടിക്കാറുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കളർ തന്നെ വ്യത്യാസമാണ്, ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അതിന് അല്പം മറ്റേ ഒന്ന് വരഞ്ഞിട്ട് അല്പം മുളകും ചെറിയ മുളകും അല്പം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു ഹാഫ് ബോയിൽ ആക്കുന്ന സമയം പോയി മൊരിക്കാണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോഴത്തെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളിയും കുറച്ച് സവോളയും കൂടെ സെപ്പറേറ്റ് വഴത്തിയിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് ഇടും. ഇട്ടിട്ട് കടുവും കൂടെ പൊട്ടിച്ചിട്ട് എണ്ണ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ എനിക്ക് തോന്നിയത് പൊട്ടിത്തെറിച്ചെന്ന് ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ആയിട്ട് ഈ മത്തി ഇങ്ങനെ കിടക്കുന്ന സംഭവത്തിന് മണ്ടയിലേക്ക് ഒരു ലെയർ ഈ പറഞ്ഞ സവോളയും ടൊമാറ്റോയും കൂടെ ചോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കടുവും കൂടെ സെപ്പറേറ്റ് ആണ് നമ്മൾ വഴിട്ട് അതിനോട് എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് 2 പിടുത്തം. അപ്പോൾ ഒരു ഇളക്കം ഉണ്ടാകും മത്തി, ഇളകിയിട്ട് അതൊരു ലെവലായി ഒന്ന് ഒരു പൊളച്ചിൽ. ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒരു പരീക്ഷണങ്ങളാണ്. സംഭവം എനിക്കറിയാൻ പാടില്ല, ഭയങ്കര ടേസ്റ്റ് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഈ സവോളയും തക്കാളിയും ഒക്കെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ ചിക്കൻ മീനിന്റെ ടേസ്റ്റും അങ്ങനെ രവി വന്ന് ചോദിച്ചു ഇതെന്താ ഓസുമോനെ ഉണ്ടാക്കുന്നത്? അങ്ങനെ മത്തി പൊട്ടിത്തെറിച്ച് ഈ കടുക് പൊട്ടിയതിന്റെ സൗണ്ടിലാണ് മത്തി പൊട്ടിത്തെറിച്ചത്, കാരണം അങ്ങനെ കിടക്കണത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സകലമാന സ്ഥലത്തും പോയി പറഞ്ഞു. ഇനി തീർച്ചയായിട്ടും പല പല പരീക്ഷണങ്ങളിൽ നമ്മൾ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സംഭവമാണ് കുക്കറി. അതിൻ്റെ ഒപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്നത്, കാരണം നമ്മളല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ, അവനവന്റെ വീടായിട്ട് കരുതുക, സംസാരിക്കുക, വിശേഷങ്ങൾ പറയുക. അത് ഞാൻ മാത്രമല്ല, എന്റെ പ്രേക്ഷകരും കേൾക്കുന്നു, സന്തോഷിക്കുന്നു, പിന്നെ നമ്മൾ കാണുന്നു അല്ലേ. തീർച്ചയായിട്ടും എന്തായാലും സ്റ്റെഫിക്ക് ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ.
അതേപോലെ ലിയോണും ഒരു നല്ലൊരു ബെസ്റ്റ് ഡയറക്ടറായിട്ട് വരട്ടെ. തീർച്ചയായും. അതിനേക്കാട്ടിലും ഉപരി ചേച്ചി എന്ന നിലയ്ക്ക് പറയുവാണെങ്കിൽ ഒരു നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദാറ്റ്. പിന്നെ ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് യു നീഡ് അല്ലേ, ഒരു എത്രയായാലും ഒരു ജോലി വേണം. സോ ഒരു ആഗ്രഹം പോലെ ഒരു സൂപ്പർ ഡയറക്ടർ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണം, ഡേറ്റ് ഉണ്ടെങ്കിൽ. ഡേറ്റ് ഉണ്ടാവും, ആനീസ് കിച്ചൺ ഉണ്ടാവും. ആനീസ് കിച്ചണിൽ വരിക, ഭക്ഷണം കഴിക്കാൻ മറക്കില്ല നമ്മൾ. തീർച്ചയായും. ചേച്ചിയുടെ തന്നെയാണെങ്കിലും ഞങ്ങൾ വന്നിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെസിപ്പിയും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, മത്തി പൊട്ടിത്തെറിച്ചത്. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നുമില്ല റെസിപ്പിക്കകത്ത്, ഒന്നുമില്ല ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. എന്തായാലും കുറേ പേര് കമൻസ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി എന്നാന്നുള്ളത്. ഇന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. ഇന്ന് ഞാനും ഒന്ന് നോക്കട്ടെ അത് എന്നതായി പൊട്ടിത്തെറിച്ച് കിടക്കുന്നതെന്ന് അറിയാലോ.